പ്രതിപക്ഷം പറയാൻ തുടങ്ങി എത്ര കാലം 4 കൊല്ലം മുമ്പേ പറഞ്ഞു തുടങ്ങിയല്ലേ. അതിലൊരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. മന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതൊന്നും രാജിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്ത് കുറിച്ച്. ഇത് കനകോലു സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. വീണ ജോർജിനെ പിന്തുണച്ച് CPM. മന്ത്രിക്കെതിരെ നടക്കുന്നത് ആസൂത്രിത നീക്കമെന്ന പാർട്ടി. രക്ഷാപ്രവർത്തനം വൈകിട്ടില്ലെന്നും MV ഗോവിന്ദൻ. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലും ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. മന്ത്രിയുടെ രാജിക്കായി മുറവിളി. സംസ്ഥാന വ്യാപക പ്രതിഷേധം, പലയിടത്തും സംഘർഷം. മെഡിക്കൽ കോളേജ് അപകടത്തിൽ കലക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം. ഉപയോഗിക്കാത്ത കെട്ടിടമെന്ന മന്ത്രിമാരുടെ പ്രതികരണം തള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. വാദങ്ങളെല്ലാം പൊളിഞ്ഞിട്ടും വീഴ്ച സമ്മതിക്കാതെ VN വാസവൻ. ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ആരോഗ്യ വകുപ്പിനെതിരായ തുടർ വിവാദങ്ങളിൽ CPM-നുള്ളിലും അതൃപ്തി. പരസ്യ വിമർശനവുമായി പത്തനംതിട്ടയിലെ പ്രാദേശിക നേതാക്കൾ. ചികിത്സാ ചെലവ് താങ്ങാനാവാതെ നെട്ടോട്ടമോടിയ നിർധന ദമ്പതികളുടെ കുഞ്ഞു മരിച്ചു. മരിച്ചത് ആലപ്പുഴ താമരക്കുളം സ്വദേശി ബിജിയുടെ കുഞ്ഞ്. അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും സൗജന്യ ചികിത്സ ലഭിച്ചില്ല. ബിജിയുടെ ദുരവസ്ഥ പുറത്തറിഞ്ഞത് ന്യൂസ് 18-ലൂടെ. നിങ്ങൾക്ക് ഈ ലാബ് ടെസ്റ്റുകളും എല്ലാം പുറത്താണോ ചെയ്യുന്നത്? ഏകദേശം കുറച്ച് മാത്രമേ അകത്ത് ചെയ്യുന്നത്, ബാക്കിയെല്ലാം പുറത്താണ്. അപ്പോൾ ഒരു ദിവസം എത്ര രൂപ ചിലവാകുന്നുണ്ട്? ഒരു ദിവസം എങ്ങനെ പോലും 10,000 രൂപയോളം ആവുന്നുണ്ട്. മരുന്നും ഡയപ്പറും അങ്ങനെയുള്ള എല്ലാം വേണം. സംസ്ഥാനം വീണ്ടും നിപ്പ ഭീതിയിൽ. പെരിന്തൽമണ്ണയിൽ ചികിത്സയിലുള്ള പാലക്കാട് സ്വദേശിനിക്ക് രോഗം സ്ഥിരീകരിച്ചു. പെൺകുട്ടിയുടെ നില ഗുരുതരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മങ്കട സ്വദേശിനിക്കും നിപ്പ എന്ന് സംശയം. പ്രാഥമിക പരിശോധനയിൽ പോസിറ്റീവ്. ഹൈക്കോടതിയിൽ വിമർശനം നേരിട്ട് കേരള സർവകലാശാല രജിസ്ട്രാർ. ഭാരതമാതാവിനെ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് ശരിയായില്ലെന്ന് കോടതി. സസ്പെൻഷൻ നടപടിക്ക് സ്റ്റേയില്ല. VCക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് കോടതി. ഡിവൈഎഫ്ഐ മാർച്ചിലെ സംഘർഷത്തിൽ പോലീസിൽ പരാതി നൽകി രാജ്ഭവൻ.